യുഎസിൽ ഗൗതം അദാനിക്കെതിരെ ഫയൽ ചെയ്ത ക്രിമിനൽ കേസ് തള്ളി ന്യൂയോർക്കിലെ കോടതി. അഴിമതിക്കും തട്ടിപ്പിനുമായി പണമൊഴുക്കി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച പണം സമാഹരിച്ചു എന്നതുൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റാരോപണമാണ് കോടതി തള്ളിയത്. കോടതി വിധിയെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നും സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമെന്നും ഗൗതം അദാനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൗതം അദാനി സഹോദരന്റെ മകൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് സിഇഒ ആയിരുന്ന വിനീത് ജെയിൻ എന്നിവർക്കും എതിരെയായിരുന്നു കേസ്. $250 മില്യൺ സൗരോർജ്ജ പദ്ധതിക്കായി കൈക്കൂലി നൽകാൻ ശ്രമിച്ചു എന്നാണ് കേസ്. 2024 നവംബറിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, ബോണ്ടുകളായും വായ്പകളായും അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ച് വൻതുക സമാഹരിച്ചു എന്ന ആരോപണങ്ങളും പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. ഈ രണ്ട് ക്രിമിനൽ ആരോപണങ്ങളാണ് കിഴക്കൻ ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോടതി തള്ളിയത്. കോടതി വിധിയെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നും സത്യസന്ധമായ പ്രവൃത്തിക്കുള്ള അംഗീകാരമെന്നും ഗൗതം അദാനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ സിവിൽ വ്യവഹാരവും ഇതോടൊപ്പം തീർപ്പാക്കി. സുദീർഘമായ വ്യവഹാരങ്ങൾ നീതി ഉറപ്പാക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടെന്നതും കോടതി പരിഗണിച്ചു. ജോ ബൈഡൻ ഭരണത്തിലിരിക്കെയാണ് കേസ് ആരംഭിച്ചത്. ചില താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസാണെന്നും വിചാരണ ആവശ്യമില്ലെന്നും നീതിന്യായ വിഭാഗം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ജഡ്ജി നിക്കോളാസ് ഗറോഫിസ് ആരോപണങ്ങൾ തള്ളിയത്. ന്യൂസ് ഡെസ്ക് ജനം.